ഇന്ന് നമുക്ക് നല്ലൊരു രസം ഉണ്ടാക്കാം. ഇതിന് ഞാൻ എടുത്തത് 1/2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്, 1 കഷ്ണം കായം. ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പാനിലേക്ക് 1 കപ്പ് പരിപ്പ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച പൊടി ഇതിലേക്ക് ഇട്ട് ഒന്ന് വീണ്ടും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് നല്ലതുപോലെ വെന്ത് ഉടയുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് എൻ്റെ അച്ഛന് കിട്ടിയ റെസിപ്പിയാണ്. അത് എനിക്ക് കൊണ്ടുതന്നു. ഇനി 3 വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. രസം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറുത്തിടാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.